हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 47 48 ശ്ലോകമാണ് എടുക്കണം നമ്മൾ. 46 കഴിഞ്ഞു. വിസ്താരസ്ഥാവരസ്ഥാനം എന്നുള്ള ശ്ലോകം കഴിഞ്ഞു. മഹാധനാണ് അവസാനിപ്പിച്ചു, അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് 47 48 ഒന്നിച്ച് ചെല്ലാം. അനിർവിണ്ണസ്തവിഷ്ടോ അഭൂർ ധർമ്മയൂപോ മഹാമഘ നക്ഷത്രനേമിർനക്ഷത്രേ ക്ഷമക്ഷാമഃ സമീഹന യജ്ഞയുജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോജ്ഞാനമുത്തമം. ഇന്നത്തെ നാമം 439. മഹാമഖ. മഹാമഖ എന്ന് വെച്ചാൽ മഹത്തായ യജ്ഞനായിട്ടുള്ളവൻ, യജ്ഞസ്വരൂപനായിട്ടുള്ളവൻ മഹാമഖ. യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം വിഷ്ണു തന്നെയാണ്. തൈത്തിരീയം ഗർജിക്കണു. ട്രൈക്കില പറയണത് യജ്ഞോ വൈ വിഷ്ണു, യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം തന്നെയാണ് വിഷ്ണു. യജ്ഞം വിഷ്ണു തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യജ്ഞങ്ങൾ മനസ്സിനെ ശുദ്ധി ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് പക്വമാക്കുന്നത് കൊണ്ട് അത് മഹത്താകുന്നു. യജ്ഞങ്ങൾ മഹത്താകുന്നത് എന്തുകൊണ്ടാണ്? അത് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനെ ശോധന ചെയ്ത്, മനസ്സെന്ന് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിത്തം, മനസ്സിനെയും ബുദ്ധിയും വേണ്ട പോലെ ശോധന ചെയ്ത് ദുർവാസനകളൊക്കെ നശിപ്പിച്ച് സദ്വാസനകളെ നട്ട് പാകി നല്ലൊരു പ്രയാണത്തിന് നമുക്ക് വഴിയൊരുക്കി നമ്മളെ ക്വാളിഫൈഡ് ആക്കണം, അധികാരി ആക്കണം. വി ബിക്കം ക്വാളിഫൈഡ് ഫോർ ദ സെർച്ച് ഓഫ് യുവർ സെൽഫ്. അതുകൊണ്ട് അത് മഹത്താകുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് മഹാമഖ. അപ്പോൾ യജ്ഞം ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് മോക്ഷം. യജ്ഞം എന്ന് പറയുന്നത് മോക്ഷം കിട്ടില്ല. യജ്ഞം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടില്ല. യജ്ഞം കൂടി ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മോക്ഷം കിട്ടില്ല. യജ്ഞം ഈസ് ഓൺലി ഒരു പ്രിപ്പറേറ്ററി ക്ലാസ്, ഒരു പരിശീലന ക്ലാസ്സാണത്. എന്തിനാ? ചിത്തശുദ്ധി വരുത്താൻ. ചിത്തശുദ്ധി വരുത്തിയല്ലേ മോക്ഷം കിട്ടുള്ളൂ. അല്ലേ? കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം കർമ്മ കിം പരം കർമ്മതജഡം കൃതിമഹൗധതോ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഈശ്വരാർപ്പിതം. അതാണ് യജ്ഞം എന്ന് പറയുന്നത്. ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം. യജ്ഞം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതാണ്. ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം. അഹങ്കാരമോകാരപരമായിട്ടുള്ള ഇച്ഛയില്ലാതെ ഈശ്വരന് അർപ്പണമായിട്ട് സർവധർമാൻ പരിത്യജ്യ. ആ ആങ്കറിൽ കെട്ടിടുക എല്ലാ ധർമ്മങ്ങളെയും. ആ നങ്കൂരിട്ടിട്ട് അവിടെ നിർത്തുക. അഹങ്കാരത്തിൻ്റെ വരവും പോക്കൊക്കെ അവിടെ നിൽക്കട്ടെ.
ശരിക്ക് ധർമ്മയൂപം എന്ന് പറഞ്ഞാൽ ഒരു സെൻ ആങ്കർ, നങ്കൂരെന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ നമ്മൾ. അപ്പോൾ അതാണ് യജ്ഞം എന്ന് പറയുന്നത്. അല്ലാണ്ട് യജ്ഞം മോക്ഷം കിട്ടില്ല. ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം, അതാണ് യജ്ഞം. എന്താ ഉണ്ടാവുക നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുക? ചിത്തശോധകം. ചിത്തശോധകം ഉണ്ടാവും. എന്തിന്? മുക്തി സാധകം. മുക്തിക്കുള്ള സാധകമാണ്, അല്ലാണ്ട് മുക്തിയല്ല. ചിത്തശോധകം ഈസ് നോട്ട് മുക്തി, മുക്തിക്കുള്ള സാധകമാണ്. അങ്ങനെ ചിത്തശുദ്ധി വന്നിട്ടുള്ള മനസ്സും കൊണ്ടിട്ട് ഒരു സാധകൻ പ്രയാണം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുവർലി ഹി വിൽ ഡിസ്കവർ ഹിംസെൽഫ്. ആ ഇന്നർ ജേർണിയിൽ ഹി വിൽ ഡിസ്കവർ. അതാണ് മഹാമഖ എന്ന് വെച്ചാൽ. അതുകൊണ്ട് ആ പ്രക്രിയ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. മുക്തി സാധകം, ചിത്തശോധകം, മുക്തി സാധകം. മുക്തിക്ക് അവനെ സാധകനാക്കുന്നു, അവനെ ക്വാളിഫൈഡ് ആക്കുന്നു, അവനെ അധികാരിയാക്കുന്നു. ഏത് ഭഗവാനെ അല്ലെങ്കിൽ ദേവതയെ ഉദ്ദേശിച്ച് യജ്ഞം നടത്തിയാലും വിഷ്ണു ഭഗവാനാണ് ആ സ്വരൂപത്തിൽ വന്ന് ഹവിസ് സ്വീകരിച്ച് ഭക്തി ശ്രദ്ധ, യജ്ഞം ചെയ്യുന്ന യജമാനൻ്റെ ഭക്തി ശ്രദ്ധ തുടങ്ങിയ ഗുണങ്ങളെല്ലാം തുലനം ചെയ്ത് യഥോചിതം ഫലം കൊടുക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ യജ്ഞപ്രക്രിയയിൽ എല്ലാം തന്നെ ബ്രഹ്മമാണ്, എല്ലാം തന്നെ ബ്രഹ്മസ്വരൂപമാണ്. യജ്ഞപ്രക്രിയ എന്ന് പറയുന്നത് എല്ലാം ബ്രഹ്മാണ്. അതിലൊന്നും ബ്രഹ്മമല്ലാത്തൊരു പദാർത്ഥമില്ല യജ്ഞത്തിൽ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രാഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. 4-ാം അധ്യായം നമ്മൾ എടുത്തതാ ഈ ശ്ലോകം. വളരെയധികം നമ്മൾ അർത്ഥം വിപുലീകരിച്ച് കണ്ടിട്ടുള്ളതാ. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം, ബ്രഹ്മം അർപ്പണാഹുതം, ബ്രഹ്മത്തിലെത്തിടും അവൻ ബ്രഹ്മകർമ്മ സമാധിയാൽ. എല്ലാം ബ്രഹ്മത്തിൻ്റെ ഈച്ച് ആൻഡ് എവ്രി പാർട്ട് ഓഫ് യജ്ഞ ഈസ് ബ്രഹ്മ. അതിൻ്റെ ഹവിസ്, അത് ഹവിസ് ഒഴിക്കുന്ന സാധനങ്ങൾ, ചട്ടുകം കരണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ, ഹവിസിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇരിക്കുന്ന യജമാന്, ആവാഹിക്കുന്ന ദേവൻ, അതിൽ കത്തുന്ന തീയ്, അതിൽ നിന്ന് മന്ത്രം ചൊല്ലുന്ന ഋത്തുക്കൾ, എല്ലാവരും ബ്രഹ്മസ്വരൂപന്മാർ തന്നെയാണ്. അതാണ് ആ യജ്ഞത്തിൻ്റെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത. ഒരു വൺ വിത്തൗട്ട് ഒരു അതർനെസ് ഇല്ല അവിടെ. അല്ലേ? നമ്മൾ ശബരിമലയ്ക്ക് നോലംപെട്ട എല്ലാം കാണുന്നവരൊക്കെ സ്വാമിയല്ലേ? എല്ലാ സ്വാമിമാരാ. 41 ദിവസം കഴിഞ്ഞാൽ അവർ ആ സമയമെന്ന് മാത്രം. അതുവരെയൊക്കെ സ്വാമിമാരാ. മാളികപ്പുറം സ്വാമി, എല്ലാവരും. അതെന്താ? ആ ഏകത്വ ഭാവമാണ്. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ പ്രാധാന്യം അതാണ്. അവിടെ ഒരു രണ്ടെന്നുള്ള ചിന്തയില്ല. എല്ലാവരും ദൃഢനിശ്ചയതയോട്, ഏകാഗ്ര ചിന്തയോട് കൂടിയിട്ട് ഒരേ ഒരു ലക്ഷ്യം വെച്ചിട്ട് എല്ലാവരും അവനാൽ കഴിയുന്ന വിധം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കോപ്പറേറ്റീവ് എൻഡിവർ. ലോകത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് എൻഡിവർ ഇസ് യജ്ഞ ആൻഡ് യാഗാസ്. എന്ത് ഞാൻ അതിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നവുമില്ല. എത്രയായാലും കുഴപ്പമില്ല. പാല് കൊണ്ടുവന്നാലും ശരി, തൈര് കൊണ്ടുവന്നാലും ശരി, നെയ്യ് കൊണ്ടുവന്നാലും ശരി, ഒരു കുഴപ്പമില്ല. എന്ത് വേണേ സാധനം കൊണ്ടുവരാം. ഇനിയിപ്പോൾ കുറേ അധികം കൊണ്ടുവന്നു, അതും കുഴപ്പമില്ല. എന്നാൽ അധികം കൊണ്ടുവന്ന് വെച്ചിട്ട് അധികം കൊടുക്കുമോ? ഇല്ല. 1 man 1 vote പറ്റില്ല. എല്ലാവർക്കും ഫലം ഒപ്പം വിധിച്ച് കിട്ടും. കർമ്മഫലം, യജ്ഞത്തിൽ നിന്ന് കിട്ടുന്ന ഫലം പ്രസാദമായിട്ട് എല്ലാവർക്കും കിട്ടും. കൊണ്ടുവന്നവനും കിട്ടും, അധികം കൊണ്ടുവന്നവനും കിട്ടും, കുറച്ച് കൊണ്ടുവന്നവനും കിട്ടും, കൊണ്ടുവരാത്തവനും കിട്ടും, ഒക്കെ കിട്ടും. കൈ നീട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസാദം കൊടുക്കും. യജ്ഞപ്രസാദം. അതുകൊണ്ട് അത് മഹത്തായത് യജ്ഞമായതുകൊണ്ട് അത് ബ്രഹ്മസ്വരൂപമാണ്. അതിൻ്റെ എവിടെ തൊട്ടാലും ബ്രഹ്മസ്വരൂപമാണ്. മനസ്സിലായി? ലളിത സഹസ്രനാമത്തിലുമുണ്ട് മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത
അപ്പോൾ മഹായാഗക്രമാരാധ്യ, യാഗക്രമങ്ങൾ ആചരിക്കുന്നവന്ന്. യാഗങ്ങളെന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ, യാഗവും യജ്ഞമൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ മഹായാഗക്രമാരാധ്യ. അപ്പോൾ അവിടെയും ഇത് വരുന്നുണ്ട്. ദേവിക്ക് ഇതൊക്കെ ബാധകമാണ്. ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാവർക്കും ബാധക. ശിവസഹസ്രനാമം എടുത്ത് അവിടെയും കാണാം, നമുക്ക് എല്ലാം കാണാം. അപ്പം അതുകൊണ്ട് മഹാമഖ. അടുത്ത നാമം നക്ഷത്രനേമി. നക്ഷത്രനേമി ജ്യോതിഷ് ചക്രത്തിൻ്റെ എന്താ പറയുക, അരപ്പട്ടയായി നിലനിൽക്കുന്നതാണ്, ഒരു കെട്ടായിട്ട് നിലനിൽക്കുന്നവൻ. അയ്യപ്പസ്വാമിയുടെ മുകളിൽ ശബരിമലയിൽ കണ്ടിട്ടില്ലേ, ഭഗവാൻ ഇരുന്നൊരു പട്ട അങ്ങനെ കെട്ടിയിരിക്കുന്നത്, എന്താ ധർമ്മമാണത്. ധർമ്മത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവനാണെന്ന് അർത്ഥം. എന്താ പറയുക, ബെൽറ്റ്, അരപ്പട്ട എന്നൊക്കെ പറയുന്നു നാടൻ മലയാള ഭാഷയിൽ. അരപ്പട്ട അത് ഒതുങ്ങി നിൽക്കുന്നവൻ എന്നർത്ഥം. അതിൻ്റെ ആ ബൗണ്ടറിയിലാണ് അവൻ നിൽക്കുന്നത്, അത് വിട്ടു പോവില്ല എന്നർത്ഥം. അപ്പോൾ ആ ജ്യോതിഷ് ചക്രങ്ങളുടെ പട്ടയായിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ജ്യോതിഷ് എന്താ ഗോളങ്ങൾക്ക് ആ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ ഒരു പട്ടയായിട്ടാണ് ഭഗവാൻ നിവർത്തിക്കുന്നതെന്നർത്ഥം. ബന്ധിക്കുന്നവൻ, അതെല്ലാം കൂടി ബന്ധിപ്പിക്കുന്നവൻ, കോർഡിനേറ്റർ. അപ്പോൾ ജ്യോതിഷ് ചക്രത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അശ്വതി തുടങ്ങിയിട്ടുള്ള 27 നക്ഷത്രങ്ങൾ, മറ്റ് ജ്യോതിസ്വരൂപങ്ങളായ പല ഗ്രഹങ്ങളുണ്ട്, നവഗ്രഹങ്ങൾ, നമ്മൾ അറിയാത്ത ഗ്രഹങ്ങൾ എത്രയുണ്ട്. അപ്പോൾ എന്താ പറയുക, ആവഹപ്രവാഹം തുടങ്ങിയ വായുക്കളെ ബന്ധിച്ച് ശിംശുമാര രൂപമായിട്ട്, ശിംശുമാര രൂപം മീൻസ് മിൽക്കി വേ, അതായിട്ട് നിൽക്കുന്നത്. അതിനെ നിർത്തിയിട്ട് അവസാനം ഇതിനെല്ലാം കൂടി ഘടിപ്പിക്കുന്നത് ധ്രുവനക്ഷത്രത്തിലേക്കാണ്. സോളാർ സിസ്റ്റത്തിലേക്കാണ് ഇതിനെ ഘടിപ്പിക്കുന്നത്. എല്ലാ ചക്രങ്ങളെയും ഘടിപ്പിക്കുന്നത് സോളാർ സിസ്റ്റമാണ്. ആ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ധ്രുവനക്ഷത്രത്തിൻ്റെ പിൻഭാഗത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നോക്കൂ അതിൻ്റെ ഒരു ഘടന, എന്തൊരു കമ്പാർട്ട്മെൻ്റലൈസേഷനാണ് നോക്കൂ. സോളാർ സിസ്റ്റം അല്ലെങ്കിൽ മിൽക്കി വേ എന്നൊക്കെ പറയില്ലേ, അതിനോട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഏതിനെ? നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങളെയും നമ്മൾ ഈ കാണുന്ന ഗ്രഹങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും എല്ലാം കൂടിയിട്ട്, ഈ ഗാലാക്സി. അങ്ങനെയുള്ള സോളാർ സിസ്റ്റം അല്ലെങ്കിൽ മിൽക്കി വേ ഒന്ന് വിഭാവന ചെയ്ത് നോക്കൂ. എത്ര ബൃഹത്തായിട്ടുള്ളതാണ്. മഹത്വം മാത്രമല്ല, ബൃഹത്തായിട്ടുള്ളതാണത്. കോൺസ്റ്റലേഷൻ, സ്റ്റാർസിൻ്റെ കോൺസ്റ്റലേഷൻ, എത്രയോ സ്റ്റാറുകളുണ്ട്. ചിലതിൻ്റെ പ്രകാശം തന്നെ ഭൂമിയിലേക്ക് ഇനി എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്പീഡ് ഓഫ് ലൈറ്റ് അറിയാലോ, 3.5 lakhs km/s. അപ്പോൾ ചില നക്ഷത്രങ്ങൾ 3.5 അല്ല, ഐ തിങ്ക് ഇറ്റ് ഈസ് 3 lakhs km/s. പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ 2.96 നമ്മുടെ കണക്ക് പ്രകാരം. ന്യൂട്ടൺ പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി 3 lakhs എന്നാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ 2.96 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം, അതിരിക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അങ്ങനെ സ്പീഡിൽ വരുന്ന ലൈറ്റ് ചില നക്ഷത്രങ്ങളിൽ നിന്ന് ഇനിയും ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ കിടപ്പ് എവിടെയാണ്. അങ്ങനെയുള്ള നക്ഷത്രം, കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എത്ര എണ്ണം കൂടിയിട്ടാണ് ഒരു മിൽക്കി വേ ആവുന്നത്, ഒരു സോളാർ സിസ്റ്റം ആവുന്നത്. ഇതിനൊക്കെ നിയന്ത്രിച്ചിട്ടാണ് ഒരു അരപ്പട്ട കെട്ടിരിക്കണം, എല്ലാവരും വട്ടം ചുറ്റിയിട്ട് ഒരു കറക്കം കറക്കിയിട്ട്. വലിയൊരു കയറെടുത്ത് നമ്മളൊരു വലിയ സ്തൂപത്തിൻ്റെ മുകളിൽ കെട്ടിയിടില്ലേ, ധർമ്മയൂപോ മഹാമഹാ. അപ്പോൾ ഇറ്റ്സ് എ സെൻട്രൽ ഫോക്കൽ പോയിന്റ്, ഫൾക്രം. ഈ ഭഗവാൻ ഈസ് ഫൾക്രം. മറ്റെല്ലാം കറങ്ങണത് അതിൻ്റെ മുകളിൽ അച്ചുതണ്ടാണ്. ആക്സിൽ എന്നൊക്കെ പറയാം. നാരായം എന്ന് പറയാം, നാരായം. അതുകൊണ്ടാവും നാരായണൻ എന്ന് പറയാൻ കാരണം. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നാരായ ഫൾക്കർ എന്താ പറയുക, നാരായ മീൻസ് ആക്സിൽ.
ആക്സലിൻ്റെ പ്രത്യേകത എന്താ? ആക്സൽ മൂവ് ചെയ്യുന്നില്ല. ആക്സലിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ചക്രങ്ങളാണ് മൂവ് ചെയ്യണത്. ഈ ബെൽറ്റ് മൂവ് ചെയ്യുന്നില്ല. ഈ ബെൽറ്റിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ളതാണ് ഗോളങ്ങളാണ് മൂവ് ചെയ്യണത്. അതിവേഗത്തിൽ, അത്യുജ്വലമായ വേഗത്തിലാണ് ഈ ചക്രങ്ങൾ കിടന്ന് കറങ്ങണത്. പക്ഷേ ആക്സൽ അനക്കല്ല. ഓ, ആക്സലിന് എവിടെ അനക്കണം? ആക്സൽ വണ്ടിമേൽ നിൽക്കുന്നു. രണ്ട് ചക്രങ്ങളോ എപ്പോഴും റവല്യൂഷൻ റവല്യൂഷൻ റവല്യൂഷൻ. അതുകൊണ്ടാണ് നക്ഷത്രനേമി എന്ന് പറയുന്നത്. വിഷ്ണു പുരാണത്തിൽ വളരെയധികം ഈ ശിംശുമാരനെ കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷേ സത്യം എങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. നക്ഷത്രനേമി എന്ന് വെച്ചാൽ എല്ലാ ഗോളങ്ങളെയും നിയന്ത്രിക്കുന്നതും അവയുടെ ഗതിവിഗതികളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണെന്ന് അർത്ഥം. അതാണ് അതിൻ്റെ ചുരുക്കിയുള്ള അർത്ഥം. ഓക്കെ, അടുത്ത 441 നക്ഷത്രി. നക്ഷത്രി മീൻസ് നക്ഷത്രങ്ങൾക്ക് നേതാവ്. ആരാ? ചന്ദ്രദേവൻ അല്ലേ? എല്ലാവരും കല്യാണം കഴിച്ചില്ലേ അങ്ങോട്ട്? 27 ആളെയും പിടിച്ചിട്ട് മാസ് മാരേജ്. ചന്ദ്രദേവൻ. നക്ഷത്രാണാം അഹം ശശി എന്ന് പറയും ഭഗവത്ഗീതയിൽ, വിഭൂതി യോഗത്തിൽ ഭഗവാൻ. നക്ഷത്രാണാം അഹം ശശി, ഐ ആം ദ മൂൺ അമംഗ് ദ സ്റ്റാർസ്. അതുകൊണ്ട് ഭഗവാൻ നക്ഷത്രി. അടുത്ത് 442 ക്ഷമ. ക്ഷമ മീൻസ് ക്ഷമിക്കുന്നവൻ, അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ളവൻ. രണ്ട് രീതിയിൽ അർത്ഥം എടുക്കാം. കാര്യക്ഷമതയുള്ളവൻ ആവാം ക്ഷമി. ക്ഷമ എന്ന് വെച്ചാൽ ക്ഷമിക്കുന്നവൻ ആവാം. ഈ ബ്രഹ്മാണ്ട രചന ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിയേഷൻ പ്രോസസ്സ് നിങ്ങളുടെ എൻ്റെ അല്ല, ബ്രഹ്മാണ്ട രചന. മനുഷ്യന്മാരുടെ മാത്രമല്ല, മൃഗങ്ങളുടെ മാത്രമല്ല, നമ്മൾ കാണുന്ന പ്രകൃതിയുടെ മാത്രമല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ രചന. നേരത്തെ ഈ പറഞ്ഞ എൻറ്റയർ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്, മിൽക്കി വേ, ഇത് അത് സകലതും, എവ്രിതിങ് ദാറ്റ് ദ സയൻസ് ഹസ് ഇൻവെൻറ്റഡ് സോ ഫാർ. ഇൻവെൻറ്റഡ് അല്ല, ഡിസ്കവേർഡ് സോ ഫാർ. ഇതൊന്നും ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല, ഒക്കെ ഡിസ്കവറി അല്ലേ. നത്തിങ് ടു ഇൻവെൻറ്റ്. അപ്പോൾ ആ ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ സകലതും, കോൺസ്റ്റലേറ്റഡ് സ്റ്റാർസ്, മിൽക്കി വേ, സോളാർ സിസ്റ്റം, എത്ര എത്ര ഗോളങ്ങൾ കിടന്ന് തിരിയണു നമ്മൾ കാണാതെ, നമ്മൾ അറിയാതെ. എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നു. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലേതാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. നമുക്ക് എന്തറിയാം, അല്പജ്ഞാനികൾ. അപ്പോൾ ബ്രഹ്മാണ്ട രചന, അതിൻ്റെ പാലനം, അതിൻ്റെ ലയനം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ കാര്യങ്ങളിലും അതുല്യമായ സാമർഥ്യമുള്ളത് മഹാവിഷ്ണുവിന് മാത്രമാണ്. സൃഷ്ടി, സ്ഥിതി, ലയനം മൂന്നും വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഹൈലി ടെക്നിക്കലാണ്. ഒന്ന് മാറിപ്പോയാൽ മതി, സൃഷ്ടിയിലൊരു സ്വല്പം മാറിയാൽ മതി, സ്ഥിതിയിലൊരു സ്വല്പം മാറിയാൽ മതി, ലയനത്തിലൊരു സ്വല്പം മാറിയാൽ മതി. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ തകരാറാണ്. ഒരു ദിക്കിൽ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ താളം തെറ്റിപ്പോവും. ഈ ആർക്കിടെക്ചറൊക്കെ പണിയുമ്പോൾ കേട്ടിട്ടില്ലേ, താഴ്ത്തുന്ന ചെറിയ ഒരു ഇഞ്ച് മാറ്റം വന്നു കഴിഞ്ഞാൽ മുകളിലത് എത്തുമ്പോഴേക്കും 2 അടി മാറ്റമാവും. മൾട്ടിപ്ലൈയിങ് ഇഫക്റ്റ്, ജോമെട്രിക് പ്രോഗ്രഷനിൽ ആ തെറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇരട്ടി ഇരട്ടി വർദ്ധിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് സൃഷ്ടിയിലോ സ്ഥിതിയിലോ സംഹാരത്തിലോ ലയനത്തിലോ എവിടെങ്കിലും ഒരു ചെറിയൊരു പഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ബൈ മിസ്റ്റേക്ക്, സോറി ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്ലിപ്പ് ഓഫ് ദ ടങ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അൺഇൻറ്റൻഷണൽ, ഇതൊക്കെ നമുക്ക് വ്യവഹരിക്കാനുള്ള വാക്കുകൾ അതൊക്കെ. അതുകൊണ്ട് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥയ്ക്ക് ഇതൊന്നും ബാധകമല്ല. അതൊന്നും ഒരണു, ഒരു കടുകണു മാറില്ല. അസാമാന്യമായ കാര്യക്ഷമതയുള്ളവനർത്ഥം.
വിഷ്ണുവിന് മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, ഈ രാക്ഷസന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദേവേന്ദ്രനും പറ്റില്ല, ശിവനും പറ്റില്ല, ബ്രഹ്മാവിനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആദ്യം ഓടുക, ഫസ്റ്റ് റെഫ്യൂജ് ടു ദം ഈസ് വിഷ്ണു, വൈകുണ്ഠം. ഇമ്മീഡിയറ്റ്ലി വൈകുണ്ഠത്തിലേക്കുള്ള 4 ബസ് പിടിച്ചു പോകും. അവിടെ ചെന്നിട്ടാണ് അപരാധി പറയൽ. അവിടുന്ന് ഒരാൾ എന്താ പറയുക, സൊല്യൂഷൻ ഇല്ലാണ്ട് മടങ്ങി വന്നിട്ടുമില്ല. ഏത് പുരാണം എടുത്ത് പരിശോധിച്ചോളൂ. ശിവൻ്റെ അടുത്ത് പോയിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ധാരാളമുണ്ട്. ബ്രഹ്മാവ് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അത് എനിക്ക് പറ്റിയ കാര്യമല്ല, എന്നോട് പറയേണ്ടതെന്ന്. ഇന്ദ്രൻ 2 കൈയും പോക്കിയിട്ട് വെള്ളക്കൊടി കാണിച്ചിട്ടുള്ള ഇതുണ്ട്, ഐ സറണ്ടർ, ഐ കനോട്ട് ഡു എനിത്തിങ് പ്ലീസ്, ദേവലോകം കയ്യിൽ നിന്ന് പോകുന്നതാണ്, എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദേവന്മാരുടെ തലക്കിട്ട ചരിത്രമുണ്ട്. അപ്പോൾ ത്രിമൂർത്തികളുടെ 2 പേരും കൈ വിട്ടവരാ. എന്നിട്ട് അവസാനം എല്ലാവരും കൂടി, ദേവന്മാരെല്ലാവരും കൂടി ഒരു ഡെലിഗേഷനായിട്ട് എങ്ങടെ പോവുക, വിഷ്ണു ലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പോവും. അവിടെ ചെന്നിട്ടാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കലും ആവലാതി പറയലും ഗ്രീവൻസ് കൊടുക്കലും. അവിടുന്ന് റിഡ്രസ് ചെയ്യാതെ വരാത്തൊരു ഗ്രീവൻസ് ഉണ്ടായിട്ടില്ല അതേവരെ, ഒരു പുരാണങ്ങളിലത് കണ്ടിട്ടില്ല. വിഷ്ണു ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇതിപ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നോക്കിക്കോളൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കാര്യക്ഷമനായിട്ടുള്ളവനായതുകൊണ്ട്. പിന്നെ ഭക്തന്മാരുടെ അപരാധങ്ങൾ ഭഗവാൻ സദാ ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യണ ഈ തെമ്മാടിത്തരൊക്കെ ഉണ്ടല്ലോ, അയ്യോ എത്ര ക്ഷമിക്കണു ഭഗവാൻ. സാരില്ലടോ, അല്ല ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല കേട്ടോ, സാരില്ല, ഞാൻ പറഞ്ഞില്ലേ കുട്ടിയെ, സാരില്ല, ഈ ചെല്ല്. ക്ഷമയിൽ ഭൂമിക്ക് തുല്യനാണ്. ക്ഷമയാ പൃഥ്വീ സമാ, വാൽമീകി ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിക്ക് സമമാണ് ക്ഷമ, ശ്രീരാമൻ്റെ എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ നഷ്ടം. അപ്പോൾ അങ്ങേയറ്റം ക്ഷമയുള്ളവൻ, അതും ക്ഷമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമായിട്ട് എടുക്കും. അടുത്ത നാമം 443 ക്ഷാമ. ക്ഷമ. ക്ഷാമ എന്ന് വെച്ചെങ്കിൽ ക്ഷയിപ്പിക്കുന്നവൻ, ക്ഷാമമില്ലാത്തവൻ. ക്ഷാമമില്ലാത്തവൻ, ക്ഷയിപ്പിക്കുന്നവൻ. ഗുണാതീതനായിട്ടുള്ള മഹാവിഷ്ണു നിർവികാരനായിട്ട് ആത്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അല്ലേ? അദ്ദേഹം ഗുണാതീതനാണ്. ആ ഗുണാതീതനായിട്ടുള്ള മഹാവിഷ്ണു നിർവികാരനായിട്ട് ഏത് ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആത്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ആത്മഭാവത്തിലല്ല, അഹംഭാവത്തിൽ. ഭഗവാൻ ആത്മഭാവം, നമ്മൾ അഹംഭാവം. അതാണ് വ്യത്യാസം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഒരാൾ ആത്മഭാവം, നമ്മൾ അഹംഭാവം. അതുകൊണ്ടാണ് ഭഗവാൻ 1000 പേരും നമുക്കുള്ള പേരും പോണത്. മനസ്സിലായോ? അപ്പോൾ പ്രളയസമയം ആസന്നമായാൽ സൃഷ്ടികളെ എല്ലാം തന്നെ ഒതുക്കി കൂട്ടിച്ചേർത്ത്, ഈ തള്ളക്കോഴി കോഴിക്കുട്ടികളൊക്കെ ചേർത്ത് വൈകുന്നേരമായ പിടിക്കുന്നത് പോലെ തന്മാത്രകളാക്കി ക്ഷയിപ്പിച്ച്, അതായത് ചുരുക്കിയിട്ട് സൂക്ഷ്മരൂപത്തിൽ ഒരു ഗുളിക പോലെ ആക്കിയിട്ട് തന്നിൽ തന്നെ ബീജമവ്യയം ഒരു നാമം കണ്ടില്ലേ? ആ അവ്യയമായിട്ടുള്ള ബീജമായിട്ട് തന്നിൽ തന്നെ നിലനിർത്തുന്നു ഈ പ്രളയകാലത്ത്. ഇൻട്രീം പീരിയഡ്, ഒരു റെസ്റ്റിംഗ് പീരിയഡ്, ചെറിയൊരു എന്താ പറയുക, ട്രാൻസിറ്റ് ഫ്ലാറ്റ് എന്ന് വിചാരിക്കാം. എല്ലാം ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുന്നു. അതാണ് ക്ഷയിപ്പിക്കുന്നവൻ അർത്ഥം. എന്താ ക്ഷയിപ്പിക്കണം? നമ്മുടെ രൂപവും ക്ഷയിപ്പിക്കുന്നു, നമ്മുടെ ഗുണങ്ങൾ ക്ഷയിപ്പിക്കുന്നു, തന്മാത്രയായിട്ട് ചുരുക്കണു. സ്ഥൂല ശരീരം നമ്മൾ ഇവിടെ ഇട്ട് പോകണു, ബാക്കിയുള്ളതെല്ലാം സൂക്ഷ്മ ശരീര രൂപത്തിൽ ചെറിയൊരു തന്മാത്രയായിട്ട് അവിടെ ഒരു ലേബിളിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു. അത് വേണ്ട സമയത്ത് പ്രളയം കഴിഞ്ഞാൽ, ആഫ്റ്റർ പ്രളയം പുറത്തു വരുന്നു, വേണ്ട ദിക്കിലേക്ക് നമ്മളെ ഡെപ്യൂട്ടേഷൻ അയക്കണു,
അവിടെ വളർന്നോളുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. പിന്നെയും ചളിക്കുണ്ടും ചന്ദ്രവഞ്ഞാലും ആണോ ആയിക്കോ, അല്ല നേർവഴിക്ക് പോകാനാണോ തോന്നണത് നേർവഴിക്ക് പോക്കോ. അതൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു യോനിയായിരിക്കും ഭഗവാൻ നമുക്ക് തരിക. അപ്പോൾ ക്ഷയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് അർത്ഥം. മനസ്സിലായില്ലേ? മഹാഭോഗോ മഹാധന എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇപ്പം മഹാഭോഗനും മഹാധനനുമായ ഭഗവാന് വല്ലറ്റിനും ക്ഷാമമുണ്ടോ? ഇവിടെ ക്ഷാമം. അങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. ഭഗവാൻ മഹാഭോഗനാണ്, ധനവാനാണ്. മഹാഭോഗോ മഹാധന. അങ്ങനെയുള്ളവർക്ക് എന്തിൻ്റെ കുറവുള്ളത്? വാട്ട് ഈസ് ഈ ലാക്കിങ് ഇൻ? എന്തിൻ്റെ ക്ഷാമമുള്ളത്? വെർ ഈസ് എ സ്കേർസിറ്റി ദെയർ ഫോർ വാട്ട്? അതുകൊണ്ട് ക്ഷാമമില്ലാത്തവൻ എന്ന് ചില വ്യാഖ്യാതകന്മാർ പറയുന്നുണ്ട്. അങ്ങനെയും അതിനർത്ഥം എടുക്കാം. അടുത്തത് 444. ചിലപ്പോൾ കുറച്ച് നേരത്തെ പോവുകയാണ്. എനിവേ 444 സമീഹന. സമീഹന എന്ന് വെച്ചെങ്കിൽ വേണ്ടതുപോലെ ഇച്ഛിക്കുന്നവനും ചേഷ്ടിക്കുന്നവനും. വേണ്ടതുപോലെ ഇച്ഛിക്കുന്നവൻ, ആഗ്രഹിക്കുന്നവൻ. ഭഗവാനോ? പറയാം, സംശയം ഉണ്ടാവാൻ വഴിയുണ്ട്. ഭഗവാൻ ഇച്ഛിക്കേ? ഭഗവാന് ചേഷ്ടകളൊക്കെ ഉണ്ടോ? അതെങ്ങനെയത്? നിർവികാരനാണല്ലേ നമ്മൾ പറഞ്ഞേ. നിർവികാരൻ, നിർവികൽപ്പൻ, അജൻ എന്നൊക്കെ പറയണത് ആരെയാ? ഭഗവാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിനെയാണ് നമ്മൾ പറയണത്. അതായത് ആ സത്യം ബ്രഹ്മസത്യം, പരമാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഈ ഡെഫിനേഷൻസ് പറഞ്ഞതൊക്കെ. അവതാര പുരുഷന്മാരായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മനുഷ്യനായിട്ടല്ലേ വേഷം കെട്ടേണ്ട. കാരണം ധർമ്മം സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ലേ ഭഗവാനുള്ളൂ. ധർമ്മം എവിടെ സ്ഥാപിക്കണം? ഭഗവാൻ ലോകത്തിലല്ലേ. മനുഷ്യലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാനല്ലേ ഭഗവാൻ, അല്ലാണ്ട് ദേവലോകത്ത് ധർമ്മം സ്ഥാപിക്കാനല്ലല്ലോ. അപ്പോൾ ഇടപഴകേണ്ടത് ആരായിട്ടാ? ആൾക്കാരായിട്ട്, നമ്മുടെ ആൾക്കാരായിട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ രീതിയും പെരുമാറ്റമൊക്കെ വേണ്ടേ? ഇയാളെന്താ എങ്ങനെ എന്ന് ചോദിക്കില്ല. അല്ലെങ്കിൽ ഒരു ഡിഫോർംഡ് ആളാണോ ഇയാൾ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഗുണങ്ങൾ, നമ്മളുടേതായിട്ടുള്ള ദോഷങ്ങൾ, നമ്മളുടേതായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം പ്രകടമാക്കേണ്ട വളരെ അത്യാവശ്യമാണ്. പക്ഷെ അവിടെ പ്രകടമാക്കേണ്ടത് ഇവിടെ പ്രകടമാക്കേണ്ടതും വളരെ വ്യത്യാസമുണ്ട്. ഇന്നർ എഞ്ചിനീയറിങ്ങിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ആയിട്ട്. മനുഷ്യരൂപം എടുത്തിട്ടല്ലേ ഭഗവാൻ ഈ അവതാരമൊക്കെ വന്നിരിക്കണം. മേ ബി എക്സെപ്റ്റ് പ്രഹ്ലാദൻ, മത്സ്യരൂപം. അങ്ങനെയുള്ള മനുഷ്യ അവതാരങ്ങൾ എടുത്തിട്ടുള്ള പരശുരാമനായാലും ശരി, വാമനായാലും ശരി, ശ്രീകൃഷ്ണനായാലും ശരി, എന്താ പറയുക, ശ്രീരാമനായാലും ശരി, ഇനി വരാൻ പോണ കൽക്കി ആയാലും ശരി, ആരായാലും ശരി, മനുഷ്യാവതാരമല്ലേ, മനുഷ്യരൂപത്തിലുള്ള അവതാരമല്ലേ എടുക്കണം ഭഗവാൻ. ഈ വേഷമല്ലേ കെട്ടണം, ഈ ഫാൻസി ഡ്രസ്സല്ലേ കളിക്കണം, അല്ലേ? ദുര്യോധനൻ്റെ വേഷം കെട്ടിയിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ ആൾ കയറിക്കിട്ട് അയാൾ ധർമ്മപുത്രരായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി എങ്ങനെ ഇരിക്കും? ധർമ്മപുത്രല്ല, അയാളുടെ സ്വന്തം ആക്ടറുടെ വ്യക്തിത്വം പ്രകടിപ്പിച്ച് എങ്ങനെ ഇരിക്കും അവിടെ? വേഷം കെട്ടിയത് ആരുടെയാ? ദുര്യോധനൻ്റെ. അരങ്ങ് തകർക്കണ്ടേ ദുര്യോധനൻ ചതിപ്പണിക്കളെ കൊണ്ട്? പക്ഷെ ഇയാൾ വളരെ വെരി ഓണസ്റ്റ് ആക്ടറാണ്, വളരെ സത്യസന്ധനാണ്. ആ മുഖഭാവം പ്രകടിപ്പിച്ചാൽ മതി അവിടെ, പോരല്ലോ. ദുര്യോധനൻ്റെ ഫാൻസി ഡ്രസ്സ് കെട്ടുന്ന ആൾ, വേഷമണിയുന്ന ആൾ, ദുര്യോധനൻ്റെ ഷൂല് സ്റ്റെപ്പ് ചെയ്യണ്ടേ? അവൻ്റെ ഷൂല് കയറി നിന്നിട്ട് വേണ്ട അവൻ്റെ ഈ കളി കാണിക്കലൊക്കെ. അത് കാണിക്കണ്ടേ? കാണിക്കണം. പക്ഷെ ഇപ്പം എത്ര നേരം ദുര്യോധനായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഓർമ്മയില്ലേ ഞാൻ ശിവശങ്കരനാണ്, ദുര്യോധനനല്ലെന്ന്? അയാൾക്കറിയില്ലേ? അപ്പോൾ അയാളുടെ ശിവശങ്കരത്വത്തിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ അയാൾ ദുര്യോധനായിട്ട് കളിക്കുമ്പോൾ?
ഇല്ലല്ലോ. ദുര്യോധൻ്റെ കളി കഴിഞ്ഞ ആൾ ശിവശങ്കരനായി അല്ലേ? ദുര്യോധനായിട്ട് കളിക്കുമ്പോൾ അയാൾ ശിവശങ്കരൻ തന്നെയാണ്, ഒരു അംശമില്ല. കാണികൾക്ക് അയാൾ ശിവശങ്കരനല്ല. കാണികൾക്ക് അയാൾ ആരാ? ദുര്യോധനൻ മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ദുര്യോധനായിട്ട് വേഷം കെട്ടി വന്നാൽ പോലും, ദുര്യോധനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും, ദുര്യോധൻ്റെ ചേഷ്ടകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സദാസമയത്തും അദ്ദേഹത്തിന് അറിയാം ഐ ആം ശിവശങ്കരൻ. അപ്പോൾ ദുര്യോധൻ്റെ ചേഷ്ടകളൊക്കെ വന്നാലും ശിവശങ്കരൻ്റെ ചേഷ്ടകൾക്ക് ഒന്നും ഒരു മാറ്റം വരില്ല. അതങ്ങനെ അതേപടി വേഷം കെട്ടുന്നതിന് മുമ്പ് എങ്ങനെയാണോ ശിവശങ്കരൻ ഉണ്ടായിരുന്നത് അതേപടി വേഷം കെട്ടി കഴിഞ്ഞാലും ശിവശങ്കരൻ എക്സിസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളങ്ങനെയല്ല. വേഷം കെട്ടാനങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ദുര്യോധനൻ തന്നെയാണ്, പിന്നെ ശിവശങ്കരനെ മറന്നു. ഈ വേഷം കെട്ടുന്ന ആളായി പിന്നെ ഞാൻ ജന്മം മുഴുവൻ. ഈഗോ, ദുര്യോധന ഈഗോ. അത് കളി കഴിഞ്ഞിട്ടും ഈഗോ അയാളത്തെ പ്രശ്നം ആലോചിച്ച് നോക്കൂ. സദാസമയത്ത് ഇയാൾ ദുര്യോധന വിചാരിച്ച് നടന്നാലോ? മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ അവതാര പുരുഷനായിട്ട് മനുഷ്യൻ്റെ അവതാരത്തിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ലേ? കാരണം അവരൊരു പദ്ധതി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഒരു പ്രൊജക്റ്റായിട്ടാണല്ലോ ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റേതായിട്ടുള്ള രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ലേ? ധർമ്മ സംസ്ഥാപനം ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റാണെന്ന് വിചാരിക്കുക. ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഭഗവാൻ അവതാരം എടുത്ത് ശ്രീകൃഷ്ണൻ്റെ ശ്രീരാമൻ്റെ അവതാരം എടുത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവാന് രാഗദ്വേഷം ഉണ്ടാവില്ലേ? കാരണം പ്രൊജക്റ്റ് കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിനോട് ആരൊക്കെയാണ് അനുകൂലിക്കണത് അവരോടൊക്കെ രാഗം, ആരൊക്കെയാണോ അതിന് പ്രതികൂലിക്കണത് അതിനെ എതിർക്കണത് അവരോടൊക്കെ ദ്വേഷം ഉണ്ടാവില്ലേ? 2, ഭഗവാൻ ജനിക്കുമ്പോൾ ഭഗവാൻ ഡിഫോംഡ് ആയിട്ടൊന്നുമല്ല ജനിക്കുകയാണ്. ഭഗവാന് 5 ജ്ഞാനേന്ദ്രിയങ്ങളില്ലേ? കണ്ണ്, മൂക്ക്, നാക്കത്തൊക്കെ ചെവി, 5 ഭഗവാനില്ലേ? ഈ 5 ഭൂമിയിൽ കാണുന്ന പഞ്ചമഹാഭൂതങ്ങളിൽ കാണുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ സ്പർശിക്കില്ലേ? ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കില്ലേ ഭഗവാൻ? ഇല്ല എന്നുണ്ടോ? ഭഗവാൻ ഇന്ദ്രിയ സ്പർശങ്ങളെ സ്പർശിക്കില്ലേ? ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ ലോകത്തിൽ നമ്മളെല്ലാം സ്പർശിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ സ്പർശിക്കില്ലേ? അപ്പോൾ ഭഗവാന് ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിച്ചാൽ ഉണ്ടാകുന്ന ചേഷ്ടകൾ ഉണ്ടാവില്ലേ? ആലോചിച്ച് നോക്കൂ, നിഷ്പക്ഷമായിട്ട് ആലോചിക്കൂ. അപ്പം ധർമ്മ രക്ഷണം രാഗവും ആ പദ്ധതിയോടെ ഇടങ്കോലിട്ട് നിൽക്കുന്നവരോടൊക്കെ ദ്വേഷവുമാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. പക്ഷേ ഈ 2 വികാരങ്ങളിലും ഭഗവാനെ അടിമയാക്കുന്നില്ല. ഈ വികാരങ്ങൾക്ക് അടിമയാക്കുന്നില്ല, രാഗത്തിനും ദ്വേഷത്തിനും അടിമയാക്കുന്നില്ല. രാഗവും ദ്വേഷവും പറഞ്ഞാലല്ല ഭഗവാൻ കേൾക്കണത്. ഭഗവാനാണ് രാഗത്തിനെയും ദോഷത്തിനെയും വെച്ച് കളിപ്പിക്കേണ്ടത്. അല്ലാണ്ട് രാഗദ്വേഷം ഉണ്ടാവില്ല ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല. അത് നാച്ചുറൽ. പക്ഷെ അതുകൊണ്ട് ഒരു അപകടമില്ല. നമുക്കതല്ല, നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ രാഗദ്വേഷങ്ങൾ നമ്മൾ വെച്ച് പുലർത്തുമ്പോൾ ആ രാഗദ്വേഷത്തിൻ്റെ സകല നീചപ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെയാണ് രാഗദ്വേഷം കുതിര കളിപ്പിക്കുന്നത്. വി ആർ പപ്പറ്റ്സ് ഇൻ ദെയർ ഹാൻഡ്സ്. രാഗദ്വേഷങ്ങളുടെ കയ്യിലാണ് നമ്മളെയാണ് എന്താ പറയുക പാവകളി കളിപ്പിക്കുന്നത്. ഭഗവാൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രാഗവും ദ്വേഷവും ഭഗവാൻ ഈസ് എൻജോയിങ്. ഇതെൻ്റെ സൃഷ്ടിയല്ലേ, ഞാൻ ഇവരെ ഒന്ന് കളിപ്പിക്കട്ടെ എന്നുകൊണ്ട് രാഗത്തിനെയും ദ്വേഷത്തിനെയും ഓമനിച്ച് അവരെ കളിപ്പിക്കുകയാണ് വിത്തൗട്ട് ലൂസിങ് ദ കൺട്രോൾ.
മൂന്നാം അധ്യായത്തിൽ ഇതന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. ഇതേ തത്വം തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോ ന വശമാഗച്ഛേത് ഹൗവസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ സ്പർശിക്കുമ്പോൾ മാത്ര സ്പർശസ്തു കൗന്ദേയ. തന്നെ എന്തുണ്ടാവുന്നത്? രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥയാണത്. ഇന്ദ്രിയങ്ങൾ എവിടെയൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുന്നോ അവിടെ there shall arise രാഗ ആൻഡ് ദ്വേഷ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭഗവാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്, വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ഞാൻ പാലിക്കണ്ടേ? ഭഗവാൻ എന്ത് എക്സംഷനുള്ളത്? ജനിച്ച ഭഗവാന് മരിക്കില്ലേ ഭഗവാൻ? അല്ലാണ്ട് നോ 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 ഐ ആം ഭഗവാൻ, ഐ വിൽ നോട്ട് ഡൈ എന്ന് പറയോ? ഇല്ലല്ലോ. കൃഷ്ണൻ മരിച്ചില്ലേ? ശ്രീരാമൻ മരിച്ചില്ലേ? എല്ലാവരും മരിച്ചില്ലേ? സൃഷ്ടിക്കപ്പെട്ടവരൊക്കെ മരിക്കും. ജാതസഹി ധ്രുവോ മൃത്യവും അല്ലേ? അപ്പം അതിന് ഭഗവാൻ പോലും നിയമത്തിന്, പ്രകൃതി നിയമത്തിന് എക്സംഷൻ ചോദിച്ചിട്ടില്ല. അപ്പം ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും എന്ന വാക്കുകൾ നോക്കൂ. എത്ര ടണ്ണ്, 10 ടണ്ണ് കനല്ലേ ആ വാക്കിന്. രാഗദ്വേഷങ്ങൾ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ അഡ്വൈസ് എന്താ പിന്നെ ഭഗവാന്റെ? ഇത് ഫാക്റ്റാണ്, ഇത് ഫാക്ട്സ് ഓഫ് ദ കേസാണ്. സംഭവം എന്താണ്? ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഫുൾ സ്റ്റോപ്പ്. രാഗദ്വേഷങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളത് ഈ ലോകത്തിലെ വ്യവസ്ഥയാണ് അർജുന. ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായോ? പക്ഷേ നൗ തയോന വശമാഗച്ഛേത് ഔഹസ്യ പരിപന്ഥിനൗ. അവരുടെ പാട്ടിലായി പോരുത് അർജുന. കാരണം അവർ നമ്മുടെ വിരോധികളാണ്. രാഗദ്വേഷങ്ങൾ സ്വതവേ നമ്മുടെ വിരോധികളാണ്. അപ്പോൾ അവരെ വിരോധികളാണെന്ന് വിചാരിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. യു പ്ലേ വിത്ത് യുവർ എനിമി, നോ പ്രോബ്ലം. ഡോണ്ട് സക്കം ടു ദി എനിമി. അവനായിട്ട് പിമ്പിരി കളിപ്പിച്ചോ, നല്ല രസമാണ് അത് അല്ലേ? അപ്പോൾ തയോർ ന വശമാഗച്ഛേത്. അവരുടെ വശത്ത് പോകരുത് നീ. അവർ തന്നെ വശംവദരാക്കരുത്. തൗഹസ്യ പരിപന്ഥിനോ, ദേ ആർ യുവർ എനിമീസ്. രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ. അർത്ഥമാണ് ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. അതിനെന്താ തമ്പുരാൻ പറഞ്ഞിരിക്കണേ? രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ. ഓരോ ഇന്ദ്രിയവും ഇന്ദ്രിയാർത്ഥത്തിലും തമ്മിൽ രാഗദ്വേഷം നിലനിൽപ്പുണ്ട്. ദാറ്റ് ഈസ് വ്യവസ്ഥ. അവറ്റിൻ പാട്ടിലായി പോകൽ അവ വിരോധികൾ. അവരുടെ പാട്ടിലായി പോരുത് കേട്ടോ. ഡോണ്ട് ബി അറ്റ് ദെയർ മേഴ്സി. കാരണം അത് എൻ്റെ വിരോധികളാണ് അവർ. ഈ ബോധം ഭഗവാൻ നല്ലോണം ഉണ്ട്. പിന്നെ രാഗദ്വേഷം വന്നാൽ എന്താ? ഈ രണ്ട് വികാരങ്ങളുടെ അടിമയല്ല ഭഗവാൻ. ഈ രണ്ട് വികാരങ്ങളും വാലാട്ടുന്നത് പോലെയാണ് ആട്ടണം. വാലാട്ടുകയാണ്, അല്ലാണ്ട് തലയിട്ട് ആട്ടുകയല്ല ഭഗവാൻ. ഒരു നായക്കുട്ടിയുടെ ഭംഗി എപ്പോഴാണ്? ആ നായക്കുട്ടി വാലിട്ട് ആട്ടുമ്പോഴാണ്, അല്ലാണ്ട് തലയിട്ട് ആട്ടുമ്പോഴല്ല അതിൻ്റെ ഭംഗി അല്ലേ? നായയുടെ ഭംഗി എപ്പോഴാണ്? അത് വാലിങ്ങനെ ആടണം, എന്നാലേ ഭംഗിയുള്ളൂ. അപ്പോൾ ഈ രാഗദ്വേഷങ്ങൾ വാലായിട്ട് ഇങ്ങനെ ആടണം, അത് തലയായിട്ട് ആടാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ മനുഷ്യരൂപം ഭഗവാൻ എടുത്താൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ചേഷ്ടകൾ കാണും. ഹീസ് ടേക്കിംഗ് എ ഫാൻസി ഡ്രസ്. ഭഗവാൻ ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് അവർക്ക് സമ്പർക്കം ഉണ്ടാവണം. അല്ലെങ്കിൽ എങ്ങനെയാ പറ്റുക? തേരാളിയായി ഭഗവാൻ അർജുനൻ്റെ തേര് വേണ്ടേ? രഥം ഓടിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളുള്ള സമ്പർക്കമല്ല എല്ലാ സമയത്തും.
കാണുന്നു, കേൾക്കണു, സ്പർശിക്കുന്നു, ദർശിക്കുന്നു, ഇതൊക്കെ ഭഗവാനല്ലേ ചെയ്യണത്. അതാരാ ചെയ്യിപ്പിക്കണം? ഇന്ദ്രിയസ്യർത്ഥേ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളാണ് ലോകത്തിൽ കാണുന്ന നമ്മളും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഇന്ദ്രിയ വസ്തുക്കളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ പോയിട്ട് തട്ടുമ്പോൾ അതിൽ നിന്നും രാഗം ദ്വേഷം ഉണ്ടാവും. എന്താ കാരണം? അത് വ്യവസ്ഥയാണ്. ഹൂവർ ഇറ്റ് മേ ബി, ഹൂവർ യു ആർ, വെറെവർ യു ആർ, ദാറ്റ് ഈസ് എ വ്യവസ്ഥ. പക്ഷേ ആ വ്യവസ്ഥയോട് നമ്മൾ കാട്ടുന്ന റെസ്പോൺസ് ഈസ് വാട്ട് ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വ്യവസ്ഥ ഇറ്റ് സെൽഫ്. ഏതാണോ ചെയ്യരുതാൻ പറ്റാത്തത്, പാടില്ലാത്തത്, അത് നമ്മൾ ചെയ്തു. തയോർണ വശമാകച്ചേ, അവറ്റിൻ പാട്ടിലായി പോകാം. നമ്മൾ അവൻ്റെ പാട്ടിലായി പോയി. രാഗദ്വേഷം വന്ന ഒട്ടനെ നമ്മൾ അവരുടെ പാട്ടിലായി. ഈ എംബ്രേസസ്, നമ്മളവൻ്റെ കക്ഷത്താണ് നമ്മുടെ തല. പിന്നെ അവൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചെയ്യും. അങ്ങനെ അവസാനം വരെ രാഗവും ദ്വേഷമായിട്ട് ഇങ്ങനെ നടക്കും. എപ്പോൾ വേണമെങ്കിൽ ചവിട്ടി പുറത്താക്കാന്നുള്ള ടെനൻസാണ് രാഗദ്വേഷികൾ. ഭഗവാന് അതാണ് ഭഗവാൻ. അതായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. നമുക്ക് ആയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ. അത് പറ്റാണ്ടാണ് ഈ സാധന നമ്മൾ ചെയ്യണത്. ഈ മനഃശുദ്ധിയും ചിത്തശുദ്ധിയൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യണത്? ഈ രാഗദ്വേഷങ്ങൾ നമ്മളുടെ അടിമയായിട്ട് ഇരിക്കാതിരിക്കാനുള്ള ഒരൊറ്റ കാരണത്തിന് മാത്രം, വേറെ ഒന്നുമില്ല. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, നത്തിങ് എൽസ് സ്പിരിച്വാലിറ്റി. ആത്മീയത എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ്. രാഗദ്വേഷങ്ങളെ അകറ്റി നിർത്തുകയല്ല, നമ്മളവരെ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് പെരുമാറുക. നമ്മളെ ചാടിക്കാനുള്ള എല്ലാ പണികളും അവരെടുക്കും. അവരുടെ വശത്തിൽ നമ്മൾ പെടരുത്, അവരുടെ അട്രാക്ഷനിൽ നമ്മൾ പെടരുത്. ദാറ്റ്സ് ഓൾ. സുഖമായിട്ട് ജീവിച്ചോളൂ. സുഖത്തിന് വേണ്ടി എന്തിനാണ് ജീവിക്കുന്നത്? രാഗദ്വേഷങ്ങൾ നിങ്ങൾക്ക് സുഖമേ തരുള്ളൂ. സുഖമായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ രാഗദ്വേഷങ്ങൾ പോരാ. അത് നിങ്ങളുടെ മനസ്സ് തന്നെ വേണം. ചിത്തശുദ്ധിയായിട്ടുള്ള മനസ്സ് തന്നെ വേണം, അല്ലേ? അപ്പം ആ മനസ്സ് സദാസമയത്തും ബുദ്ധിയിലിരിക്കട്ടെ. അങ്ങോട്ട് വിട്ടുകൊടുക്കണ്ട, ആ റെൽമിലേക്ക് വിട്ടുകൊടുക്കണ്ട, ഈ റെൽമിലിരിക്കട്ടെ. ഇവിടെയാണ് കുറേ കൂടി സേഫ്. ഭഗവാന്റെ ചിത്തം എന്ന് പറയുന്നത്, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയൊക്കെ ഇച്ഛാശക്തി, ജ്ഞാനശക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാവരുടെയും മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത് രണ്ടും ഒരു കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് അതിലാണ് ഈ ചിത്തം എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ അതെ, എല്ലാവരുടെയും അതെ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സും ആയി, ബുദ്ധിയായി. അതിൻ്റെ അപ്പുറത്താണ് ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ അപ്പുറത്താണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പോൾ ആ ദൂരയിൽ കിടക്കുന്നത് ഇന്ദ്രിയ വിഷയം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് ചിത്തം. ആ ചിത്തത്തിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റ്, ഒന്ന് മനസ്സ്, ഒന്ന് ബുദ്ധി. മനസ്സ് എന്ന് പറയുന്നത് അവൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, ഇച്ഛാശക്തിയുടെ രജിസ്റ്റേർഡ് ഓഫീസാണ്. ബുദ്ധിയുടെ, ജ്ഞാനശക്തിയുടെ രജിസ്റ്റേർഡ് ഓഫീസാണ്. ഒന്ന് ബുദ്ധിമയ കോശം, ഒന്ന് മനോമയ കോശം. രണ്ടാളുടെ രജിസ്റ്റേർഡ് ഓഫീസൊക്കെ വേറെയാണ്. പക്ഷേ ഈ മനസ്സിൻ്റെ ഇരിപ്പ് അവൻ്റെ ഓഫീസിൽ അവൻ ഇരിക്കില്ല. ഒന്നുകിൽ ഇന്ദ്രിയങ്ങളുടെ കൂടെ പോവും, അവൻ ഓഫീസിലിരിക്കില്ല. അവന് നിർദ്ദിഷ്ടമായിട്ടുള്ള സ്ഥലത്ത്, ചിത്തം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കില്ല അവൻ. ഓൾവേസ് വാണ്ടറിങ്. മനസ്സെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഫ്ലോ ഓഫ് തോട്ട്സ്, അൺബ്രോക്കൺ ട്രാഫിക് ഓഫ് തോട്ട്സ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ള ഇത് പ്രശ്നമില്ല. ഇരിക്കപ്പൊറുതിയില്ല എന്ന് പറയില്ലേ? അപ്പോൾ ഇരിക്കാനുള്ള പൊറുതിയില്ല അവന്. അപ്പോൾ മിക്കതും എന്താ വെച്ചാൽ പരാഞ്ചികാനി വിതരണ സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങോട്ട് വാടാ, നമുക്ക് ഇവിടെ പോവാം, അവിടെ നല്ല യന്ത്രജ്ഞാനില്ലെന്നാണ് കേൾക്കണം, അങ്ങോട്ട് പോവാം, ഇഡ്ലി സാമ്പാറും ഉണ്ട് അത്രേ. ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകും ഇയാളെ, ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. കശ്ചിത് ധീര പ്രത്യേകാത്മാനമായി. ചിലവരെന്ത് ചെയ്യും? ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ജ്ഞാനശക്തിയുടെ ഓഫീസിൽ പോയിരിക്കാം. എൻ്റെ ഓഫീസിൽ ഏതായാലും ഞാൻ ഇരിക്കാറില്ല. അപ്പോൾ ജ്ഞാനശക്തിയുടെ ഇവിടെ ഫർണിച്ചറൊന്നുമില്ല, ജ്ഞാനശക്തിയുടെ ഓഫീസിൽ പോയിരിക്കാം. ബുദ്ധിയുടെ അടുത്തിരിക്കാം ഞാൻ. ബുദ്ധിയുടെ അടുത്തിരുന്നാൽ ബുദ്ധിയുടെ പ്രഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇച്ഛാശക്തി വിൽ ബിക്കം ജ്ഞാനശക്തി. ബുദ്ധിപരമായിട്ടുള്ള ഇച്ഛകളെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ബുദ്ധിയും മനസ്സും ഒന്നായിട്ട് കോർഡിനേറ്റായിട്ട് പ്രവർത്തിക്കും. ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് പോയാലും ഒരു കുഴപ്പമില്ല, കാരണം മനസ്സ് പിന്നാലെ ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ല, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. അവർ ഈ നമ്മളെ കൂട്ടുപിടിക്കുന്നത് എന്താ? നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പവർ പിന്നാലെ അവന് വേണം. ഈ മനസ്സിൻ്റെ പവർ ഇന്ദ്രിയങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇന്ദ്രിയം കനോട്ട് ഡു എനിത്തിങ്. ഇന്ദ്രിയ വിഷയം ഈസ് ഹെൽപ്ലെസ് ടു ട്രബിൾ യു. ഇപ്പം മനോമയ കോശത്തിലിരിക്കുന്ന മനസ്സിനെ നമ്മൾ പിടിച്ച് ജ്ഞാനമയ കോശത്തിലേക്ക് മാറ്റാം. മനസ്സിലായില്ലേ? നമ്മൾ അടിമയായിട്ട് നിൽക്കരുത്. ജോലിക്ക് നമ്മളൊരു കയ്യാളെ വെച്ചു എന്ന് വിചാരിക്കുക, അത് നമുക്ക് ഹെൽപ്പ്. അതുപോലെ തന്നെ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൂട്ടുപിടിച്ചു, നമുക്ക് ഹെൽപ്പ് വേണം. പക്ഷെ അത് നമുക്ക് വിരുദ്ധമായിട്ട് തിരിഞ്ഞാലോ? ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന രാഗവും ദ്വേഷവും നമുക്ക് വിരുദ്ധമായിട്ട് തിരിഞ്ഞാലോ? അപ്പോൾ മെയ്ഡ് എന്നുള്ള സ്ഥാനം വിട്ടിട്ട് അത് മിസ്ട്രസ്സാവും. അപ്പോൾ കയ്യാളെന്നിട്ട് വിട്ടിട്ട് പിന്നെ കയ്യാങ്കളിയാവും. അത് തരാക്കി കൊടുക്കരുതെന്നാണ് ഭഗവാൻ പറയുന്നത്. തയോർണ വശമാകച്ഛേത്, അവറ്റിൻ പാട്ടിലാകല്ല. അപ്പോൾ മെയ്ഡ് മിസ്ട്രസ് ആവാണ്ടിരിക്കണം. അപ്പോൾ രാഗദ്വേഷങ്ങൾ എപ്പോഴും കീപ് ദം ആസ് യുവർ മെയ്ഡ്, നെവർ അലൗ ദം ടു ബിക്കം മിസ്ട്രസ്. വീട്ടമ്മയാവരുത്, പണിക്കാരി ആയിക്കോട്ടെ. പണിക്കാരിക്ക് പ്രൊമോഷൻ കൊടുത്ത് വീട്ടമ്മയാക്കരുത്. ആരെ? രാഗദ്വേഷങ്ങളെ. 2 വേലക്കാരുണ്ട് നമുക്ക്, രാഗവും ദ്വേഷവും. സദാസമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ വീട്ടമ്മ എന്നുള്ള സ്ഥാനം കൊടുക്കാതെ വേലപ്പണിക്കാരി, മെയ്ഡ്, കയ്യാള് ആ സ്ഥലത്ത് നിർത്തുക. ഒരു അപകടവുമില്ല. ഈ എല്ലാ അവതാരങ്ങളും ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. അവർക്കും രാഗമുണ്ട്. ശ്രീരാമൻ്റെ രാഗദ്വേഷങ്ങളില്ലേ? ഓ ഇല്ലേ, രാഗദ്വേഷങ്ങളില്ലേ ശ്രീരാമന്? ശ്രീകൃഷ്ണനില്ലേ രാഗദ്വേഷങ്ങൾ? ഉണ്ട്. പക്ഷെ അതിലൊന്നും അവർ അടിമയല്ല. ഒന്നിനും അവർ അടിമയല്ല. വൃന്ദാവനത്തിൽ കഴിയണം എന്നുള്ള രാഗം ഉണ്ടായിരുന്നില്ലേ ഭഗവാന്? എൻ്റെ അവിടെ നിൽക്കാഞ്ഞ് ടപ്പൊന്നും ഇങ്ങോട്ട് പോകുന്നില്ലേ മധുരയിലേക്ക്? മധുരയിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്തു ഇവിടെ? ആദ്യം കംസനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ആ രാജ്യം കംപ്ലീറ്റ് എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ രാജാവായിട്ട് വാഴായിരുന്നില്ലേ കൃഷ്ണൻ അവിടെ? അത്രയധികം ജനസപ്പോർട്ട്. പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ എന്നാൽ അപ്പം ജയിക്കും. എല്ലാവരും വോട്ട് കൊടുക്കും കൃഷ്ണൻ. അങ്ങനെയായിരുന്നു മധുരയിൽ. എന്താ നിൽക്കാഞ്ഞ്? അവിടുന്ന് വിട്ട് കാര്യയിലേക്ക് പോയി. എന്താ? രാഗദ്വേഷങ്ങളില്ലായിട്ടാ? രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാഗദ്വേഷങ്ങൾ ആസ് നെവർ ബൗണ്ട് ചെയ്യും. അവരുടെ പരിധിയിൽ വെച്ചിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോയതല്ലേ ഇവരെല്ലാ അവതാര പുരുഷന്മാരും. ശ്രീരാമനൻ എത്ര തുച്ഛത്തിൽ അയോധ്യ വിട്ടിട്ട് പോകാൻ പറ്റി? നമ്മളാണെങ്കിൽ ആദ്യം സിവിൽ കോർട്ടിൽ കേസ് കൊടുക്കില്ല അച്ഛനെ എഗെയിൻസ്റ്റായിട്ട്. അച്ഛനെന്താ അധികാരം അങ്ങനെ ചെയ്യാൻ? ഭരതനെ ആക്കാൻ എന്താ അധികാരം? ആ സ്വത്തൊക്കെ ഭരതന് ആരാ കൊടുക്കാൻ പറഞ്ഞേ? സിവിൽ കേസായില്ലേ? അതെന്താ സിവിൽ കേസാകാൻ കാരണം? നമുക്ക് ആ രാഗത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. രാഗം നമ്മളെ ഇട്ടിട്ട് വലപ്പിക്കണം. കൊടുക്കടാ കേസ്, ശരിയാവിടാ. ഇവിടെ ശരിയായില്ലെങ്കിൽ നമുക്ക് അവിടെ പോവാടാ. കൊടുത്തോ, നീ കൊടുക്ക്. അപ്പോൾ രാഗവും ദ്വേഷവും നമ്മളെ ഇട്ട് കുരങ്ങി എളുപ്പിക്കുക. ഉച്ചയ്ക്കുമേൽ കയറി നാടകമാടി നിൽക്കുന്ന പറഞ്ഞ ഇതാണ്. നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കീപ് ദം ആസ് യുവർ മെയ്ഡ്, നെവർ ആസ് യുവർ മിസ്ട്രസ്. മനസ്സിലായില്ലേ? അതാണ് സമഹീന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമുക്കിനി കുറച്ച് നേരത്തെ പോകണമെന്നാണ് വിചാരിച്ചത്. സാരില്ല, കുറച്ച് വൈകിന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. ഏതായാലും ഇപ്പം ഇനി മറ്റുള്ള നാമങ്ങൾ നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, രക്ഷിക്കണേ.